ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് റോൾ ഓഫ് DFIs എന്നുള്ളതാണ്. അതായത് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോളിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡിങ് ഫണ്ട്സ്. ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വഴി എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. The next role of development financial institution is to provide infrastructural facilities to the organizations. ഓർഗനൈസേഷൻസിന് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു റോള്. മൂന്നാമത്തേത് പറയുന്നത് പ്രൊവൈഡിങ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡിങ് ചെയ്യുക. നാലാമത്തെ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് പിന്നോക്കം നിൽക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുക. പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ആക്സിലറേറ്റിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിനെ ആക്സിലറേറ്റ് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, മാക്സിമം എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്ത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സാധ്യമാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് ഫണ്ട്സ് ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സാധ്യമാക്കുക. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക. ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്, പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ആക്സിലറേറ്റിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ IFCI എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് കെയിം ഇൻ 1948. 1948 IFCI എന്നുള്ള ആക്ട് ഫോം ചെയ്തത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു മേക്കിംഗ് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് മോർ റെഡ്ലി അവൈലബിൾ ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ഇന്ത്യ, particularly in circumstances where normal banking accommodation is inappropriate or resource to capital issue methods is impracticable. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ആക്ട് എന്നുള്ളത് 1948 വന്നിട്ടുള്ള ഒരു ആക്ടാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് മോർ റെഡ്ലി അവൈലബിൾ ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, particularly in circumstances where normal banking accommodation is inappropriate. നോർമൽ ബാങ്കിങ് അക്കോമഡേഷൻ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മേഖലയിൽ മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഓർ റിസോഴ്സ് ടു ക്യാപിറ്റൽ ഇഷ്യൂ മെത്തേഡ്സ് ഈസ് ഇംപ്രാക്ടിക്കബിൾ. ക്യാപിറ്റൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺസേൺസുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ആക്ട് കെയിം ഇൻ 1948. 1948 ഈ ആക്ട് ഫോം ചെയ്തത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ്, മീഡിയം ക്രെഡിറ്റും ലോങ് ടേം ക്രെഡിറ്റും നൽകുക. മോർ റെഡ്ലി അവൈലബിൾ ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. particularly in circumstances where normal banking accommodation is inappropriate. നോർമൽ ബാങ്കിങ് അക്കോമഡേഷൻ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മേഖലയിൽ അല്ലെങ്കിൽ റിസോഴ്സ് ടു ക്യാപിറ്റൽ ഇഷ്യൂ മെത്തേഡ്സ് ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഏരിയയിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ വഴി മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക, ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ, അതിന് പ്രധാനപ്പെട്ട സർവീസസ് ഉണ്ട്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അത് ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് നോക്കാം. ആദ്യത്തെ പറയുന്നത് ഗ്രാൻഡിങ് ലോൺസ് ഓർ അഡ്വാൻസസ് ടു ഓർ സബ്സ്ക്രൈബിംഗ് ടു ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് റീപേയ്മെൻറ്റ് വിത്തിൻ 25 years. 25 വർഷത്തിനുള്ളിൽ റീപേയ്മെൻറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കൺസേൺസിനു ഡിബഞ്ചറുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഗ്രാൻഡിങ് ലോൺസ് ഓർ അഡ്വാൻസസ് ടു ഓർ സബ്സ്ക്രൈബിംഗ് ദ ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് റീപേയ്മെൻറ്റ് വിത്തിൻ 25 years. 25 വർഷത്തിനുള്ളിൽ റീപേ ചെയ്യാവുന്ന ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ഡിബഞ്ചേഴ്സും സബ്സ്ക്രൈബ് ചെയ്യുക, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. പിന്നെ പറയുന്നത് അണ്ടർ റൈറ്റിംഗ് ദ ഇഷ്യൂ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ 7 years. 7 വർഷത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസിൻ്റെ അണ്ടർ റൈറ്റിംഗ് നടപ്പിലാക്കുക.
സബ്സ്ക്രൈബിംഗ് ദ ഡയറക്ട്ലി ടു ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറുകളും ഡിബഞ്ചറും ഡയറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഗ്യാരണ്ടീയിങ് ഓഫ് ലോൺസ് റേസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഫ്രം ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ കൺസേൺസിന് റേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ലോണുകൾ ഗ്യാരണ്ടി ചെയ്യുക. ഗ്യാരണ്ടീയിങ് ഓഫ് ലോൺസ് റേസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസ് റേസ് ചെയ്തിട്ടുള്ള ലോണുകൾക്ക് ഗ്യാരണ്ടി നൽകുക ഫ്രം ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അടുത്തത് ഗ്യാരണ്ടീയിങ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ് ഫോർ ദ പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഫ്രം എബ്രോഡ് ഓർ വിത്തിൻ ഇന്ത്യ. ഇന്ത്യക്കുള്ളിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പർച്ചേസിനോ അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെൻറ്റോ ഗ്യാരണ്ടി ചെയ്യുക. നെക്സ്റ്റ് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ വേൾഡ് ബാങ്ക് ഇൻ റെസ്പെക്ട് ഓഫ് ലോൺസ് സാങ്ഷൻ ടു ദ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിന് സാങ്ഷൻ ചെയ്യുന്ന ലോണിന് റെസ്പെക്റ്റ് ആയിട്ട് വേൾഡ് ബാങ്കിനോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ടോ ആക്ട് ചെയ്യുക. ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ വേൾഡ് ബാങ്ക്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ വേൾഡ് ബാങ്കിൻ്റെയോ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക. ഇൻ റെസ്പെക്ട് ഓഫ് ലോൺസ് സാങ്ഷൻഡ് ടു ദ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിന് സാങ്ഷൻ ചെയ്യുന്ന ലോണിനനുസരിച്ചിട്ട് വേൾഡ് ബാങ്കിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ പർപ്പസസ് ആണ്. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വന്നതിൻ്റെ പർപ്പസസ് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്തത്. ഫോർ വാട്ട് പർപ്പസസ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫണ്ട്സ്. ഫസ്റ്റ് വൺ പറയുന്നത് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. പുതിയ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കൺസേൺസ്. നിലവിലുള്ള കൺസേൺസിൻ്റെ എക്സ്പാൻഷനോ ഡൈവേഴ്സിഫിക്കേഷനോ വേണ്ടിയിട്ട്. മൂന്നാമത്തത് ഫോർ ദ മോഡേണൈസേഷൻ ആൻഡ് റിനോവേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് കൺസേൺസ്. നിലവിലുള്ള കൺസേൺസിൻ്റെ മോഡേണൈസേഷനോ റിനോവേഷനോ വേണ്ടിയിട്ട്. നാലാമത്തത് ഫോർ മീറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ എക്സെപ്ഷണൽ കേസസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇത്തരത്തിലുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നോർമലി IFCI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് പ്രവർത്തിക്കുന്നത്. So, for setting up of new industrial undertaking, for expansion and diversification of existing concerns, for the modernization and renovation of the existing concerns, for meeting the existing liabilities or working capital requirement of industrial concerns in exceptional cases. ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ സർവീസസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സർവീസസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കോർപ്പറേറ്റ് കൗൺസിലിംഗ് ഫോർ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കോർപ്പറേറ്റുകൾക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഫിനാൻഷ്യൽ പുനരധിവാസം, അതായത് സാമ്പത്തികപരമായിട്ടുള്ള പുനരധിവാസത്തിന് വേണ്ടി അല്ലെങ്കിൽ പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീണ്ടും സാമ്പത്തികപരമായിട്ട് അസമത്വം ഉണ്ടാകുന്ന സമയത്ത് ഈ സാമ്പത്തിക അസമത്വം തുടർച്ച നിൽക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. അസിസ്റ്റൻസ് ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിത്ത് ഫോറിൻ കൊളാബറേറ്റേഴ്സ്. ഫോറിൻ കൊളാബറേറ്റേഴ്സുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യൂണിറ്റുകൾ, അതിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സിക്ക് യൂണിറ്റുകളെ റിവൈവൽ ചെയ്യുക, അതിനെ പുനരധിവസിപ്പിക്കുക. ഫിനാൻസിങ് ഓഫ് റിസ്ക് പ്രൊജക്റ്റ്. റിസ്ക് കൂടിയ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ പ്രൊമോഷണൽ സർവീസസ് ആയിട്ട് വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്ട്സ്, പ്രിപ്പയറിംഗ് പ്രൊജക്റ്റ് പ്രൊഫൈൽസ്. പ്രൊജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രൊജക്റ്റ് പ്രൊഫൈലുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊജക്റ്റ് പ്രൊഫൈലുകൾ പ്രിപ്പയറിംഗ് ചെയ്യുക. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രൊജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സാധ്യമാക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ DFI എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റോള്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട പങ്കുകൾ എന്ന് പറയുന്നത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് സാധ്യമാക്കുക, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക, ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക, പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക, ആക്സിലറേറ്റിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായവൽക്കരണത്തിനെ ആക്സിലറേറ്റ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സാധ്യമാക്കുക. ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്, പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ആക്സിലറേറ്റിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഇനി
ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ IFCI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് 1948 ആക്ട് പ്രകാരം വന്നിട്ടുള്ള അസോസിയേഷനാണ് IFCI എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ മേക്കിംഗ് മോർ മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ്സ് റെഡിലി അവൈലബിൾ ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേഷനാണ് IFCI എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി ഇൻ സർക്കംസ്റ്റാൻസസ് വേർ നോർമൽ ബാങ്കിങ് അക്കോമഡേഷൻ ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ഓർ റീകോഴ്സ് ടു ക്യാപിറ്റൽ ഇഷ്യൂ മെത്തേഡ്സ് ഈസ് ഇംപ്രാക്ടിക്കബിൾ. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലോണുകളും അഡ്വാൻസുകളും ഗ്രാൻറ്റ് ചെയ്യുക, ഇഷ്യൂ അണ്ടർ റൈറ്റിംഗ് നടപ്പിലാക്കുക, ഡയറക്ട്ലി ടു ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറുകളും ഡിബഞ്ചറുകളും സബ്സ്ക്രൈബ് ചെയ്യുക, ലോണുകൾ ഗ്യാരണ്ടി ചെയ്യുക, ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ റൈസ് ചെയ്തിട്ടുള്ള ലോണുകൾ ഗ്യാരണ്ടി ചെയ്യുക, ഡെഫേർഡ് പേയ്മെൻറ്റുകളെ ഗ്യാരണ്ടി ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക ഇൻ റെസ്പെക്ട് ഓഫ് ലോൺസ് സാങ്ഷൻ ടു ദ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും, അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കൺസേൺസും, മോഡേണൈസേഷൻ ആൻഡ് റിനോവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കൺസേൺസ്, മീറ്റിംഗ് എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ എക്സെപ്ഷണൽ കേസസ്. പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ സർവീസസും പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.